നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. 2025 ആകുമ്പോഴേക്കും രാജ്യത്തെ മികച്ച സ്പോർട്സ് സ്കൂളായി GV രാജ സ്പോർട്സ് സ്കൂൾ മാറുമെന്നും ഇവിടെ നിന്നും മികച്ച നേട്ടങ്ങൾക്കായി കൂടുതൽ പരിശീലകരെ നിയമിക്കുമെന്നും അടുത്ത അധ്യയന വർഷം മുതൽ GV രാജ സ്പോർട്സ് സ്കൂളിൽ പുതിയ കായിക പാഠ്യപദ്ധതി നടപ്പിലാക്കുകയും ഇതിലൂടെ രാജ്യത്ത് കായിക പാഠ്യപദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും കായിക മന്ത്രി V അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. സർക്കാരിന് ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്ന പ്രകടനം കാഴ്ചവെച്ച GV രാജയിലെ പ്രിയപ്പെട്ട കായിക താരങ്ങൾ, അവരെ അനുമോദിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ തന്നെ ഏറെ അഭിമാനമുണ്ട്. ഈ സർക്കാർ നടപ്പിലാക്കുന്ന കായിക പദ്ധതികൾ ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾക്ക് GV രാജയിൽ നിന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നൽകുന്ന കൃത്യമായുള്ള മേൽനോട്ടം. ആ ഒരു മേൽനോട്ടത്തിൻ്റെ കീഴിൽ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അത് GV രാജ സ്കൂളിൻ്റെ പഴയകാല പ്രതാപം തിരിച്ചുപിടിക്കാൻ കഴിയുന്ന ഒന്നായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. കായിക പരിശീലനത്തിലൂടെ ഉപരിപഠനത്തിനും അവസരമൊരുക്കുകയാണ് പുതിയ പാഠ്യപദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗവൺമെന്റ് GV രാജ സ്പോർട്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെഡൽ ജേതാക്കളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ നടപ്പാക്കുന്ന കായിക പദ്ധതികൾ ശരിയായ ദിശയിലാണ് എന്നതാണ് GV രാജ സ്പോർട്സ് സ്കൂളിലെ മികവ് തെളിയിക്കുന്നത്. കായിക മേഖലയിൽ കേരള സർക്കാരിന്റേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും 2400 കോടി രൂപയുടെ നിക്ഷേപമാണ് കായിക മേഖലയിൽ സർക്കാർ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. മുൻ വർഷത്തെ അപേക്ഷിച്ച് മികച്ച പ്രകടനമാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ GV രാജ സ്പോർട്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടെ ദേശീയ സംസ്ഥാന തലത്തിൽ വിവിധ മത്സരങ്ങളിൽ മെഡൽ ജേതാക്കളായ വിദ്യാർത്ഥികളെയും മികച്ച പ്രകടനങ്ങൾക്ക് അവരെ പ്രാപ്തരാക്കിയ പരിശീലകരെയും മെമ്മന്റോ നൽകി മന്ത്രി ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ G സ്റ്റീഫൻ MLA അധ്യക്ഷനായിരുന്നു. കായിക യുവജനകാര്യ വകുപ്പ് ഡയറക്ടർ വിഷ്ണുരാജ്, നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V അമ്പിളി, അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R കല, മൈലം വാർഡ് മെമ്പർ C മറിയക്കുട്ടി, പ്രിൻസിപ്പാൾ ഡോക്ടർ MK സുരേന്ദ്രൻ, ഹെഡ് മിസ്ട്രസ് രാഹുല ദേവി OV, ഹൈ പെർഫോമൻസ് മാനേജർ ഡോക്ടർ PT ജോസഫ് എന്നിവരും സന്നിഹിതരായിരുന്നു. കായികമേളയിൽ തിരുവനന്തപുരം ജില്ലാ ജേതാക്കളായതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഗവൺമെന്റ് GV രാജ സ്പോർട്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രകടന മികവായിരുന്നു. അത്ലറ്റിക് മീറ്റിൽ 55 പോയിന്റോടെ രണ്ടാം സ്ഥാനവും 400 മീറ്റർ ഓട്ടത്തിൽ റെക്കോർഡ് നേട്ടവുമാണ് സ്കൂൾ സ്വന്തമാക്കിയത്. വിവിധ ഇനങ്ങളിലായി 75 മെഡലുകളാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത്.